നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈശ്വര, എന്റെ കുഞ്ഞ്, അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ താ ദേവി. എന്തിനല്ലേ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? തിരുമേനി ഒന്ന് സമാധാനായിട്ടിരിക്കേ. മോക്ക് ദേവി ഒന്നും വരത്തില്ല. എങ്കിൽ പിന്നെ അവൾ എവിടെ കുമാരേട്ടാ? ഇത്ര നേരമായിട്ടും എന്റെ കുഞ്ഞിന്റെ ഒരു വിവരവും ഇല്ലല്ലോ. മോളെ ഒരു കുഴപ്പവും കൂടാതെ ദേവി തിരിച്ചേൽപ്പിക്കുമെന്നാ ദേവൂട്ടി പറയുന്നത്. ഇല്ല കുട്ടി, എന്റെ കുഞ്ഞിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ദേവി എന്റെ മോളെ കൈയൊഴിഞ്ഞു എന്നാ തോന്നുന്നത്. എനിക്കെന്റെ മോളെ നഷ്ടപ്പെട്ട ദേവി, പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. നിന്റെ തിരുനടയിൽ തലതല്ലി ഞാനും എന്റെ പ്രാണം വെടിയും. അതെ, കുഞ്ഞിനൊരു ആപത്തും വരാതെ ദേവി കാത്തോളും. സത്യം, ദേവിയെ നന്നായി പ്രാർത്ഥിച്ചോളൂ. മോളെ, അച്ഛന്റെ പൊന്നു മോള്, നീ ഇതെവിടെയായിരുന്നു മോളെ? എന്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ, എനിക്കൊരു കുഴപ്പമില്ല. നീ ഇതെവിടെയായിരുന്നു മോളെ? അച്ഛൻ എവിടെയല്ല നിന്നെ അന്വേഷിച്ചു. നിനക്ക് എന്താ പറ്റിയത്? ഒന്നും എനിക്ക് ഓർമ്മയില്ലച്ചാ. കണ്ണൂർന്ന് നോക്കുമ്പോ വിദ്യാമ്മ എന്റെ അടുത്തുള്ളതാ ഞാൻ കാണുന്നേ. അമ്മയുടെ മുന്നിൽ അരങ്ങേറ്റം ഉറപ്പിച്ച കുട്ടിയെ അമ്മ കാത്തോളെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്റെ മോളുടെ പനിയൊക്കെ മാറിയോ? ഇപ്പൊ ദേഹത്ത് ചൂടൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അച്ഛാ, എന്റെ അരങ്ങേറ്റം എപ്പോഴാ? അരങ്ങേറ്റം ഇല്ല, അരങ്ങേറ്റത്തിന് ഒട്ടും വൈകിട്ടില്ല. മുഹൂർത്തം ആവുന്നേ ഉള്ളൂ. വേഗം അതിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. തിരുമേനി, നിശ്ചയിച്ച പ്രകാരം ഇന്ന് തന്നെ മോളുടെ അരങ്ങേറ്റം നടക്കണം. വേഗം മണ്ഡപം അലങ്കരിക്കണമെന്നല്ലേ പറഞ്ഞത്? കുമാരേട്ടൻ റെഡി. കടയിൽ നിന്ന് കുറച്ച് ഹാരവും പൂക്കളും എടുക്കണം. ഞാൻ ദേ എത്തി.